ഇപ്പോൾ വിഷു ഒക്കെ വരാറായില്ലേ? അപ്പോൾ വിഷുവിൽ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു തോരനാണ് ക്യാബേജ് തോരൻ അല്ലേ? ക്യാബേജ് തോരനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും, എന്നാലും ചിലപ്പോൾ നമുക്ക് ശരിയായിട്ട് കിട്ടാറില്ല. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സദ്യയുടെ കൂടെയൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ക്യാബേജ് തോരൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാബേജാണ്. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഞാനിതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാനിത് കട്ട് ചെയ്തൊന്ന് എടുക്കട്ടെ. അപ്പോൾ അത് ഞാൻ നോക്കിക്കേ, ഞാൻ ആ ക്യാബേജ് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ പുറംഭാഗമുള്ള ഇല അങ്ങ് മാറ്റുക എന്നുള്ളതാണ്. കാരണം അതിന് ഒരുപാട് മരുന്നുകളൊക്കെ അടിച്ചിട്ടാണ് നമുക്ക് ക്യാബേജ് കിട്ടുന്നതല്ലേ. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ആ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ. ഇപ്പോൾ ഒരുപാട് നല്ല ചെറുതായിട്ട് അരിയാവണമെങ്കിൽ അത്രയും നല്ലത്, ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പ്, അതേപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗങ്ങൾ രണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന്, നമുക്കിതിൽ നിന്ന് പരമാവധി കീടനാശിനികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മളിങ്ങനെ തിരുമ്മി വെക്കുമ്പോൾ ഈ ക്യാബേജിൽ അടങ്ങിയിരിക്കുന്ന ജലാംശങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പുറത്ത് വരാൻ തുടങ്ങും. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി, അല്ലെങ്കിൽ ക്രിസ്പി എന്നല്ല, കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അത് ടേസ്റ്റ് കൂടുതലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാബേജിനൊരു തോരനൊരു ടേസ്റ്റ് കാണില്ല, പച്ച പോലെ ഇരിക്കും, അതായത് ഒരു പച്ച ടേസ്റ്റ് വരും. പിന്നെ ഇതെന്തായാലും ഞാനൊരു 10-15 മിനിറ്റ് ഞാൻ സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോഴേക്കും നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാൻ പാകത്തിന് കിട്ടിക്കോളും. ഇത് നോക്കിക്ക്, ഏകദേശം ഞാനൊരു 15 മിനിറ്റ് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാബേജ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പിഴിയുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നെ കാണാൻ പറ്റും നമ്മൾ പിഴിയുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം പുറത്ത് വരുന്നത്. എന്നാൽ നോക്കിക്കേ, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാൾ ഫ്രിഡ്ജിനൊക്കെ അകത്ത് വെച്ച ക്യാബേജൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. അത് കുറച്ച് വാടി ക്യാബേജ് ആയിരിക്കും. അതിൽ നിന്ന് അത്ര വെള്ളം വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ക്യാബേജിൽ നിന്നാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനും പറ്റും. അപ്പോൾ അത് നോക്കിക്കേ, ഞാൻ ക്യാബേജ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കുക. അതിനകത്തേക്ക് ഞാൻ ഏകദേശം 2 വലിയ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഏകദേശം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. അപ്പോൾ നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉഴുന്നുപരിപ്പ് കുറച്ച് അധികം എടുക്കാം, അത് നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മുടെ തോരന്. അതേപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർക്കുക. കറിവേപ്പിലയും നല്ലൊരു മണം കൊടുക്കും നമ്മുടെ തോരന്. പിന്നെ വേണ്ടത് സവോളയാണ്. ശരിക്കും സവോള അല്ല വേണ്ടത്, ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ മീഡിയം സൈസ് ഉള്ളതൊക്കെ ആണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതിയാവും അതിൻ്റെ. അതേപോലെ തന്നെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പച്ചമുളക് നെടുകെ കീറിയിട്ടാണ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, നമ്മൾ ഒരുപാട് ബ്രൗൺ കളർ ആക്കിയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാബേജൊക്കെ ഒന്ന് ഇനി നമ്മളൊരു 2-3 മിനിറ്റോ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ആ ക്യാബേജൊക്കെ ഒന്ന് വാടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സെൻറ്ററിലേക്ക് ഇങ്ങനെ പൊത്തി വെക്കുക ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂടുകൊണ്ട് ക്യാബേജൊക്കെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ആദ്യം. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റോ മതിയാവും. അപ്പോൾ അത് നോക്കിക്കുക, ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. അതേപോലെ തന്നെയാണ് ഉപ്പ്, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്, ഉപ്പൊക്കെ കറക്റ്റാണ്.
അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇത് മതി, ഇല്ല ഇനിയും ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. നമ്മളിനി ഇത് കുറച്ച് നേരം കൂടെ വേവിക്കണം. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 3-4 മിനിറ്റും കൂടെ തുറന്ന് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ ചിരകിയതാണ് ചേർക്കേണ്ടത്. തേങ്ങ ചിരകിയത് ഞാൻ ഏകദേശം ഒരു 2-2.5 പിടി തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ തേങ്ങ കൂടി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനി നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അതിന് മുമ്പേ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുവാണ്. അപ്പോൾ നല്ലൊരു മണം കിട്ടും നമുക്കിതിന്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മണമാണ് ഇപ്പോൾ ഇവിടെ. നല്ല അടിപൊളി ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ടാണ് ഉള്ളത്. എല്ലാം കൂടി സെൻറ്ററിലേക്ക് ഇങ്ങനെ കൂട്ടി വയ്ക്കുക, അതായത് ഇങ്ങനെ പൊത്തി വയ്ക്കുക എന്ന് പറയും. എന്നിട്ട് നമ്മുടെ മൂടി കൊണ്ട് ഒന്ന് അടച്ചു വെക്കുക. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്ന സമയം മാത്രം തുറക്കാം കേട്ടോ, അപ്പോഴായിരിക്കും നല്ല മണമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ വരാറായി, സദ്യയൊക്കെ ഉണ്ടാക്കണ്ടേ അല്ലേ? അപ്പോൾ സദ്യയുടെ റെസിപ്പീസൊക്കെ ഞാൻ ഓൾറെഡി ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്